ഗസ, നീ ഞങ്ങൾക്ക് വെറും നമ്പറുകളോ UN പ്രമേയങ്ങളോ അല്ല. നിങ്ങളുടെ വേദന, നിങ്ങളുടെ കണ്ണീര്, നിങ്ങളുടെ പ്രതീക്ഷ അത് ഞങ്ങൾ കാണുന്നു. നിങ്ങളെ ഞങ്ങൾ മറക്കില്ല. 46 രാജ്യങ്ങളിൽ നിന്നുള്ള 497 മനുഷ്യർ ഒരു ശബ്ദമായി, ഒരു ദൗത്യമായി ഗസയുടെ നീതിക്കായി യാത്ര തുടങ്ങുകയാണ്. നീലക്കടലിൻ്റെ തിരമാലകൾക്കിടയിൽ പലസ്തീൻ പതാക ഉയർത്തിപ്പിടിച്ച് കുഞ്ഞു ബോട്ടുകളിൽ യാത്ര തുടങ്ങിയവർ ഒരു സന്ദേശം ലോകത്തിന് നൽകുന്നുണ്ട്. ഇതൊരു യാത്ര മാത്രമല്ല, മാനുഷികതയുടെ വിളിയാണ്. ഗസയിലെ കുഞ്ഞു മക്കൾക്ക് പ്രതീക്ഷയുടെ വെളിച്ചവുമായി 497 പോരാളികൾ 46 രാജ്യങ്ങളിൽ നിന്ന് ഒന്നിച്ചു നിന്ന് വിളിച്ചു പറയുന്നു, നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്. കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന നീലക്കടലിനെ സാക്ഷിയാക്കി ഫലസ്തീൻ പതാക ഉയർത്തിപ്പിടിച്ച് ഗ്രേറ്റ തൻബർഗ് ലോകത്തോട് പറയുന്നത്, പ്രിയപ്പെട്ട ഗസ, നിന്നെ ഞങ്ങൾ കാണുന്നു. നീ ഞങ്ങൾക്ക് വെറും നമ്പറുകളല്ല. നിങ്ങളുടെ കിനാക്കൾ, നിങ്ങളുടെ കാത്തിരിപ്പ്, നിങ്ങളുടെ പ്രതീക്ഷകൾ, ഞങ്ങളത് മറന്നു കളയില്ല. ഈ യാത്ര പാതി വഴിയിൽ ഉപേക്ഷിക്കാനുള്ളതല്ല. ഇസ്രായേലിൻ്റെ വേലിക്കെട്ടുകൾ തകർത്ത് സ്നേഹത്തിൻ്റെ വെളിച്ചവുമായി ഞങ്ങൾ നിന്നിലേക്കെത്തും. ഡസൻ കണക്കിന് കുഞ്ഞു ബോട്ടുകളിൽ വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്നുള്ള മനുഷ്യർ ഗസയിലേക്ക് സഹായവുമായി പുറപ്പെട്ടു. എന്നാൽ ഈ സമാധാനപരമായ യാത്രയെ തടസ്സപ്പെടുത്താൻ ഇസ്രായേൽ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ പോരാളികൾ ഒരിക്കലും പിന്മാറില്ല. ഞങ്ങൾ നിന്നിലേക്ക് എത്തും എന്നാണ് അവർ ഗസയിലെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം. ഇതൊരു യാത്ര മാത്രമല്ല, വംശഹത്യക്കെതിരായ, അടിച്ചമർത്തലിനെതിരായ, അനീതിക്കെതിരായ ഒരു വിളിയാണ്. പതിറ്റാണ്ടുകളായുള്ള അധിനിവേശം, വിവേചനം, അടിച്ചമർത്തൽ. ഗസയിൽ നടക്കുന്നത് വംശഹത്യയാണ്. UN കമ്മീഷൻ പോലും ഇപ്പോഴാണ് അത് സ്ഥിരീകരിക്കുന്നത്. ഇസ്രായേൽ ആസൂത്രിതമായ ഒരു ജനതയെ പട്ടിണിക്കിടുകയും ബോംബുകൾ വർഷിക്കുകയും ചെയ്യുന്നു. അന്താരാഷ്ട്ര നിയമപ്രകാരം ഇത് തടയാൻ ലോകരാജ്യങ്ങൾക്ക് ബാധ്യതയുണ്ട്. പക്ഷേ ലോകരാജ്യങ്ങൾ പരാജയപ്പെട്ടു. മനഃപൂർവ്വം അവർ നിശബ്ദരായി. അതുകൊണ്ടാണ് ഈ 497 മനുഷ്യർ 46 രാജ്യങ്ങളിൽ നിന്ന് ഈ ദൗത്യവുമായി മുന്നോട്ട് പോകുന്നത്. 8-ാം വയസ്സിൽ പരിസ്ഥിതി മലിനീകരണത്തിനെതിരെ ശബ്ദമുയർത്തിയ ഒരു കുഞ്ഞു പെൺകുട്ടി സ്വീഡന്റെ തെരുവുകളിൽ ശുദ്ധമായ വായു, ജീവിക്കാനുള്ള ഭൂമി എന്ന് വിളിച്ചു പറഞ്ഞ ഗ്രേറ്റ തൻബർഗ് മണ്ണിനും മരങ്ങൾക്കും കടലിനും വേണ്ടി മാത്രമല്ല, മനുഷ്യർക്ക് വേണ്ടിയും അവർ പോരാടി. ഗസയിലെ കുഞ്ഞു മക്കളുടെ വേദന കണ്ടപ്പോൾ അവർക്ക് മിണ്ടാതിരിക്കാൻ കഴിഞ്ഞില്ല. ഇത് അവരുടെ 3-ാമത്തെ യാത്രയാണ്. ഒരു തീക്കാറ്റായിക്കൊണ്ട്, പ്രതിഷേധത്തിൻ്റെ ശബ്ദമായിക്കൊണ്ട് അവർ ഗസയിലേക്ക് ആ യാത്ര തുടരുകയാണ്. നീലക്കടലിൻ്റെ നടുവിൽ ഇസ്രായേലിൻ്റെ മിസൈലുകൾ ഏത് നിമിഷവും പതിച്ചേക്കാമെന്ന ഭീഷണിയും ഈ പോരാളികൾ ഒരിക്കലും പിന്മാറില്ല. നെതന്യാഹുവിനോ അവൻ്റെ സൈന്യത്തിനോ ഞങ്ങൾ ഭയപ്പെടുന്നില്ല എന്ന ഗ്രേറ്റ വിളിച്ചു പറയുന്നത്. ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾ പൂർത്തീകരിക്കും. ഇത് പാതി വഴിയിൽ ഉപേക്ഷിക്കാനുള്ള ദൗത്യമല്ല. ഇസ്രായേൽ സൈന്യം ദൗത്യം ഉപേക്ഷിക്കാൻ ആജ്ഞാപിച്ചപ്പോൾ തിയാഗോ നെഞ്ചുവിരിച്ചു നിന്ന് പറഞ്ഞത്, ഫലസ്തീൻ ജനതയെ കൊന്നൊടുക്കാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ മടങ്ങാൻ ഞങ്ങൾ ഒരുക്കമല്ല. മാനുഷിക ദൗത്യവുമായി വന്നവരാണ് ഞങ്ങൾ. ഇത് പൂർത്തിയാക്കാതെ മടങ്ങുകയുമില്ല. 43 കുഞ്ഞു ബോട്ടുകളിൽ മെഡിറ്ററേനിയൻ കടലിലൂടെ ഒന്നിച്ച് യാത്ര തുടങ്ങി. ഇസ്രായേലിൻ്റെ ഓരോ തടസ്സവും അവർ ചെറുത്ത് നിന്നിട്ടുണ്ട്. 497 പോരാളികൾ. ഇവരിൽ 223 പേരെ ഇസ്രായേൽ കസ്റ്റഡിയിലെടുത്തു. എത്ര പേരെ തടവിലാക്കിയാലും, എത്ര പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടാലും ഈ യാത്ര അവസാനിക്കില്ല. ഗസയുടെ നീതിക്കായി, ഫലസ്തീൻ്റെ സ്വാതന്ത്ര്യത്തിനായി ഈ യാത്ര തുടരും. ഫ്രീഡം സ്വിമ് ഫ്ലോട്ടിലയിലെ ഓരോ മനുഷ്യനും ഈ നൂറ്റാണ്ടിൻ്റെ പോരാളികളാണ്. 46 രാജ്യങ്ങളിൽ നിന്നുള്ള 497 ഹൃദയങ്ങൾ ഒരു ശബ്ദമായി, ഒരു പ്രതീക്ഷയായി ഗസയിലേക്ക് യാത്ര തുടരുകയാണ്. അവർക്ക് ഗസയിൽ കാലുകുത്താൻ കഴിഞ്ഞാലും ഇല്ലെങ്കിലും അവരുടെ ഈ ദൗത്യം ലോകത്തിനൊരു സന്ദേശമാണ്. നീതിക്കായുള്ള പോരാട്ടം ഒരിക്കലും അവസാനിക്കില്ല എന്ന സന്ദേശം. Waytonikah.com, the exclusive Muslim matrimonial site.